ഈ കഥ നടക്കുന്നത് കൊറിയയിലാണ്. സമയം രാത്രിയാണ്. ഒരു കാർ ഇപ്പോ സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു അജ്ഞാതന്റെ കാറ് വന്നിട്ട് ആ കാറിനെ ഫോളോ ചെയ്യുന്നത്. കുറെ നേരം മുന്നോട്ട് പോയതിനു ശേഷം ആ അജ്ഞാതന്റെ കാറ് മുന്നിലത്തെ കാറിന്റെ പുറകിലിട്ടൊരു ഇടി കൊടുക്കുകയാണ്. നല്ല രീതിയിലുള്ള ഇടിയാണ് ഇടിച്ചത്. അതുകൊണ്ട് തന്നെ മുന്നിൽ ഓടിച്ചിരുന്ന ആള് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അയാളുടെ കഴുത്തിന് എന്തൊക്കെയോ ഉളുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. എങ്കിലും അശ്രദ്ധ കാരണം ഇടിച്ചതാണെന്ന് കരുതിയിട്ട് അയാൾ ആ കാർ ഇടിച്ചവനെ വലിയ തെറിയൊന്നും പറയുന്നില്ല. അയാൾ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഇടി കൊണ്ട ഭാഗം ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അത് ഇൻഷുറൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഫോട്ടോ എടുക്കുന്നത്. ഈ സമയത്താണ് ആ അജ്ഞാതൻ അങ്ങോട്ട് വന്നിട്ട് അയാൾ ഒരു കത്തി വെച്ച് കുത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ അജ്ഞാതൻ അയാളെ കൊന്നുകളയാണ്. അതിനുശേഷം വേഗം തന്നെ അയാളുടെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ഈ സിനിമയുടെ പേരാണ് ദ ഗാങ്സ്റ്റർ, ദ കോപ്പ്, ദ ഡെവിൾ. അങ്ങനെ പിറ്റേ ദിവസമായി ഇനി കാണിക്കുന്നത് ഈ കഥയിലെ കോപ്പിനെയാണ്, അതായത് പോലീസിനെ. ഇയാളുടെ പേര് ജങ് സൂക്ക് എന്നാണ്. ഇയാൾ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്. പുള്ളി ഇപ്പൊ പുള്ളിയുടെ കാറിലിരിക്കുകയാണ്. അതിനിടയിൽ കാറിലെ റേഡിയോയിൽ ഇങ്ങനെ ന്യൂസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കൊലപാതകത്തെ കുറിച്ചിട്ടാണ് ആ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പോലീസിന് ഇതുവരെയായിട്ടും ഒരു തുമ്പും അതിൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. അതൊക്കെ കേട്ട് ജങ് സൂക്ക് ആണെങ്കിൽ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ തുടരെ നടക്കുന്ന കൊലപാതകങ്ങൾ കാരണം അയാൾക്കൊരു വെക്കേഷന് പോലും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്ര ദേഷ്യം വരുന്നത്. ഈ സമയം അയാൾ നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ചില ഗാങ്സ്റ്റേഴ്സ് ഒക്കെ നിൽക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അയാൾ വേഗം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഗാങ്സ്റ്റേഴ്സിന്റെ അടുത്തേക്ക് പോവാണ്. അതിനുശേഷം അവന്മാരെ പിടിച്ചിടിക്കാൻ തുടങ്ങി. മേലാൽ നിങ്ങളെയൊന്നും ഈ ഏരിയയിൽ കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജങ് സൂക്ക് അവരൊക്കെ ഇടിക്കുന്നത്. ഈ സമയം ആ ഗാങ്സ്റ്റേഴ്സിന്റെ കൂട്ടത്തില് വേറെയും ചില ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അവർ ജങ് സൂക്കിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇന്ന് ഞങ്ങൾക്ക് വേണ്ടത്ര കാശൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പോയിട്ട് പിന്നീട് വാ, ഇപ്പൊ തൽക്കാലം ഇത് വെച്ചോന്നും പറഞ്ഞിട്ട് അവര് കുറച്ച് കാശ് എടുത്തിട്ട് ജങ് സൂക്കിന്റെ അടുത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇയാൾ സിൻസിയർ ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്. അതുകൊണ്ട് തന്നെ കൈക്കൂലി തന്നപ്പോ അയാൾക്ക് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ ഉടനെ തന്നെ ആ കാശ് വലിച്ചെറിഞ്ഞിട്ട് അവന്മാരെയും പിടിച്ചിടിക്കുകയാണ്. അതിനുശേഷം അവന്മാരുടെ താവളത്തിലേക്കാണ് അയാൾ ഇപ്പൊ പോകുന്നത്. അവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള ചില ഗാംബ്ലിംഗ് പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. അതെല്ലാം നോക്കിക്കൊണ്ട് നടക്കുകയാണ് അവൻ. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഗാങ്സ്റ്ററിനെയാണ്. ഇവന്റെ പേരാണ് ഡോങ് സു. അവനിപ്പോ ഒരു പഞ്ചിങ് ബാഗിൽ ഇടിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ ഒരു എനിമിയെ ആ ബാഗിന്റെ അകത്താക്കിയിട്ടുണ്ട്. അവനിട്ടാണ് അയാൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ജോങ് സുവിന്റെ മെയിൻ അസിസ്റ്റന്റ് അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം അയാളോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ ജങ് സൂക്ക് അവരുടെ താവളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യമാണ് അസിസ്റ്റന്റ് അയാളെ അറിയിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അയാൾ ആ ഇടിയൊക്കെ നിർത്തിയിട്ട് അവനെ ഇങ്ങോട്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ഡോൺലി അണ്ണൻ അയാളുടെ ആ മാസ് ഗെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അയാൾ പോലീസിലെ ക്യാപ്റ്റനെ വിളിക്കുകയാണ്. എന്നിട്ട് അയാളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞാൻ കാശ് എണ്ണി തരുന്നത് നിങ്ങളുടെ പോലീസുകാർ എന്റെ താവളത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ആ ജങ് സൂക്ക് ഇപ്പൊ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ഈ കാശൊക്കെ എണ്ണി വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഗാംബ്ലിംഗ് മെഷീന്റെ ബിസിനസ് ആണ്. എനിക്ക് അത് തന്നെ നോക്കി നടത്താനുള്ള സമയമില്ല. അതിനിടയിലാണ് നിങ്ങളുടെ പോലീസുകാർ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാണിച്ചാലും വേണ്ടിയില്ല, എത്രയും പെട്ടെന്ന് ആ ജങ് സൂക്കിനെ തിരിച്ചു വിളിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഡോങ്സു ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയം ജങ് സൂക്ക് ആണെന്നുണ്ടെങ്കിൽ ഡോങ്സുവിന്റെ ആ താവളത്തിൽ നിന്നും അവിടുത്തെ മെയിൻ ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയത്താണ് അയാളുടെ ക്യാപ്റ്റൻ അയാളെ ഫോണിൽ വിളിക്കുന്നത്. ആ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ജങ് സൂക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങോട്ട് അധികം സംസാരിക്കാൻ നിൽക്കണ്ട, ഞാൻ ആ കൊല നടന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഫോൺ കട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അയാൾ അവിടെയുള്ള ആളെയും കൂട്ടിയിട്ട് അയാളുടെ വണ്ടിയിൽ കയറി ആ കൊല നടന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ആ ഗാങ്സ്റ്ററിനെ ആ വണ്ടിയിൽ തന്നെ ലോക്ക് ചെയ്തിട്ട് ജങ് സൂക്ക് വേഗം തന്നെ അവിടെ ചെന്നിട്ട് പരിശോധിക്കാൻ തുടങ്ങി. അവിടെ കുറെ പോലീസുകാരും ഫോറൻസിക്കിന്റെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ജങ് സൂക്ക് നേരെ ചെന്നിട്ട് ആ വണ്ടിക്കകത്ത് മരിച്ചു കിടക്കുന്ന ആളെയാണ് പരിശോധിക്കുന്നത്. ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അയാൾ അറഞ്ചും പുറഞ്ഞും കുത്തിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അയാൾ നേരെ വണ്ടിക്ക് പുറകിലേക്കാണ് പോകുന്നത്. ഈ സമയത്താണ് ആ വണ്ടിയുടെ പുറകിലായിട്ട് ആ പാട് കാണുന്നത്. ജങ് സൂക്ക് വേഗം തന്നെ അവന്റെ ക്യാമറ എടുത്ത് അതിലൊരു ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ആ ഫോട്ടോ എടുത്തതിന് ശേഷം അവിടുത്തെ ഫോറൻസിക് ഉദ്യോഗസ്ഥയെ അവൻ അതിന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഇവളുടെ പേര് ജിൻ എന്നാണ്. അവള് പറഞ്ഞിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കാരണമായിരിക്കും അയാൾ മരിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിലെ ബ്ലഡ് മൊത്തം ലോസ് ആയതുകൊണ്ടായിരിക്കും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കാം മരണ കാരണം എന്നാണ് അവള് പറയുന്നത്. നീ ആ പാട് കണ്ടില്ലേ, ഇതിലേതെങ്കിലും വണ്ടി ഇടിച്ചതാവാൻ സാധ്യതയില്ലേ എന്നാണ് ജങ് സൂക്ക് ജിന്നിന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ അപ്പോൾ ഈ ഇടി കാരണമാണോ അയാൾ മരിച്ചതെന്നാണോ നീ വിശ്വസിക്കുന്നത്? അവൾ തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ ആയാൽ മതിയായിരുന്നു, അല്ലാതെ ഒരു പ്രകോപനവും ഇല്ലാതെ ഇങ്ങനെ ഒരാൾ അറിഞ്ഞും പുറഞ്ഞും കുത്തേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ജങ് സൂക്ക് അതിന് മറുപടി പറയുന്നത്. ഇതേ സമയം തന്നെ ഡോങ്സു ആണെങ്കിൽ മറ്റൊരു ഗാങ്സ്റ്ററെ കാണാൻ പോയിരിക്കുകയാണ്. ഇയാളുടെ ഒരു മെയിൻ ശത്രുവാണ് ഈ ഗാങ്സ്റ്റർ. ഇവന്റെ പേരാണ് സാങ് ഡോ. ഈ ഡോങ്സു നടത്തുന്ന ബിസിനസ്സിൽ ഇടയിൽ
ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കലാണ് ഈ സാങ്ഡുവിന്റെ പരിപാടി. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമുക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോവാം എന്നിങ്ങനെയുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഡോങ്സു അവനെ കാണാൻ വന്നിരിക്കുന്നത്. പുള്ളിക്ക് അതിന് ഓക്കെയാണ്, എങ്കിലും അയാൾക്ക് കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട്. അതായത് അയാൾക്കും ബിസിനസ് നടത്താൻ വേണ്ടി കൂടുതൽ സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ അയാൾ അതിന് ഓക്കെ ആവൂ എന്നാണ് സാങ്ഡു പറയുന്നത്. ഒന്നാമത് ഈ സാങ്ഡു ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ കാരണം ഡോങ്സു ആണ്. അയാൾ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവനൊന്നും ആവത്തില്ലായിരുന്നു. എന്നിട്ടും ഇതുപോലുള്ള ഡിമാൻഡുകളൊക്കെ വെക്കുന്ന കാണുമ്പോൾ ഡോങ്സുവിന്റെ അസിസ്റ്റന്റിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് സാങ്ഡുവിന്റെ അടുത്ത് സംസാരിക്കുന്നത്. അത് കാണുന്ന സാങ്ഡു ആണെങ്കിൽ അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് എടുത്തിട്ട് ആ അസിസ്റ്റന്റിന്റെ മുഖത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല സാങ്ഡുവിന്റെ ഒരു അസിസ്റ്റന്റും അവന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഡോങ്സു എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അസിസ്റ്റന്റിന്റെ മോന്തക്കിട്ട് ഒരു അടി കൊടുക്കുകയാണ്. വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ നിന്നെ പോലുള്ളവ മിണ്ടാതിരുന്നോളണം എന്നാണ് അവൻ അടി കൊടുത്തതിന് ശേഷം പറയുന്നത്. അതിനുശേഷം സാങ്ഡുവിന്റെ അസിസ്റ്റന്റിനെ പിടിച്ചിട്ട് അവന്റെ 2 പല്ല് പറിച്ചെടുക്കുകയാണ്. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഡോങ്സു സാങ്ഡുവിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നമുക്ക് മനസമാധാനമായിട്ട് മുന്നോട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ നീ വിവരം അറിയും. ഇതിന് നിനക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഇത് കുടിക്കുന്നു പറഞ്ഞിട്ട് അവൻ ആ പറിച്ചെടുത്ത പല്ലെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. സാങ്ഡു ആണെങ്കിൽ ആ ഡീലിന് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് ആ മദ്യം എടുത്ത് കുടിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ പോലീസുകാരെല്ലാം കൂടെ ഒരു മീറ്റിംഗിലാണ്. ആ മരിച്ച വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അമിതമായ രക്തസ്രാവം കാരണമാണ് അയാൾ മരിച്ചതെന്നാണ്. മാത്രമല്ല അയാൾക്ക് യാതൊരുവിധ ശത്രുക്കളുമില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കും അയാളെ കൊന്നത് എന്നതിനൊരു തെളിവ് അവർക്ക് കിട്ടിയിട്ടില്ല. ആ കൊലപാതകി ആരാണെങ്കിലും അയാളുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും അവിടെ അവശേഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അത് ചെയ്തത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ആ മരിച്ച ആളുടെ പേഴ്സ് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മോഷണ ശ്രമമാവും അതിന്റെ പിന്നിൽ എന്നൊരു നിഗമനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. എന്നാൽ അതൊക്കെ കേൾക്കുമ്പോൾ ജങ്സൂക്ക് അതിന് ഓക്കെ പറയുന്നില്ല. അവന്റെ നിഗമനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നടന്ന ഈ കൊലപാതകം പോലെ തന്നെ ഇതിനു മുമ്പ് 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, 2 സ്ഥലങ്ങളിലായിട്ട്. ആ ആളുകൾ മരിച്ചതും ശരീരത്തിൽ കത്തിവെച്ച് കുത്തേറ്റതുകൊണ്ടാണ്. മാത്രമല്ല മുറിവുകളുടെ ആഴം വെച്ച് നോക്കുമ്പോൾ ആ 3 കൊലപാതകങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ കത്തിയാണ് എന്ന കാര്യം അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഈ കൊലപാതകങ്ങൾക്ക് പുറകിൽ ഒരു സീരിയൽ കില്ലർ ആവാനാണ് സാധ്യത എന്നാണ് ജങ്സുക്ക് പറയുന്നത്. പക്ഷെ അവൻ അങ്ങനെ ഒരു നിഗമനം പറയുമ്പോൾ ബാക്കിയുള്ള പോലീസുകാരൊന്നും അതിനെ സമ്മതിക്കുന്നില്ല. സീരിയൽ കില്ലറോ, ഇതെന്താ അമേരിക്കയാണെന്നാണ് നിന്റെ വിചാരം? ഇത് കൊറിയയാണ്. ഇവിടെ അങ്ങനെ തോക്ക് കൈവശം വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ആയുധമായിട്ട് കത്തി തന്നെ കൊണ്ടു നടക്കത്തുള്ളൂ. മാത്രമല്ല ഒരു കൊല്ലത്തിൽ 1000കണക്കിന് കൊലപാതകങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം ഈ സീരിയൽ കില്ലറാണ് ചെയ്യുന്നതെന്നാണ് നീ പറഞ്ഞു വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും അവരുടെ അടുത്ത് ദേഷ്യപ്പെടാണ് ചെയ്യുന്നത്. എന്നാൽ അവനാണെങ്കിൽ ഇത് സീരിയൽ കില്ലർ തന്നെയാണ് ചെയ്തത് എന്ന വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ അവൻ എത്ര പറഞ്ഞിട്ടും ബാക്കിയുള്ളവർ അതിന് സമ്മതിക്കുന്നില്ല. നീ എന്താണ് പ്രൊമോഷന് വേണ്ടിയിട്ടാണോ ഇതൊരു സീരിയൽ കില്ലർ കൊലപാതകമാണെന്നൊക്കെ വാദിക്കുന്നത്? ആ ഒരു നിഗമനത്തിൽ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് മോഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകം തന്നെയാണ് എന്ന വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ക്യാപ്റ്റൻ അടക്കം ബാക്കിയുള്ള മുഴുവൻ പോലീസുകാരും. അതെല്ലാം കേൾക്കുമ്പോൾ ജങ്സൂക്കിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ വേഗം തന്നെ അവൻ കണ്ടെത്തിയ തെളിവുകളും എടുത്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. അങ്ങനെ സമയം രാത്രിയായി. അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഡോങ്സു ഇപ്പോൾ അയാളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നാണ് അയാളുടെ അനുയായികളുടെ അടുത്ത് പറയുന്നത്. അവരാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഡോങ്സു അയാളുടെ കാർ ഓടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം അയാളുടെ മുകളിലുള്ള ആളെ ഡോങ്സു ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ ആ സാങ്ഡുവുമായിട്ട് സംസാരിച്ചായിരുന്നു. അവൻ അത്രയ്ക്ക് വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. എല്ലാം അവന്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവനൊരു പ്രശ്നത്തിനും വരത്തില്ല എന്നൊക്കെയാണ് ഡോങ്സു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഡോങ്സുവിന്റെ കാറിന്റെ പുറകിൽ മറ്റൊരു കാർ വന്നിടിക്കുന്നത്. അത് ആ അജ്ഞാതന്റെ കാറായിരുന്നു. ഇടി കൊണ്ട ഉടനെ തന്നെ അണ്ണനാണെങ്കിൽ ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം ആ അജ്ഞാതൻ ഡോങ്സുവിന്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. മഴയായതുകൊണ്ട് ചവിട്ടിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അബദ്ധത്തിൽ പറ്റിയതാണ് എന്നാണ് ആ അജ്ഞാതൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അണ്ണൻ തിരിച്ചു നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ അജ്ഞാതൻ വന്നിട്ട് ഡോങ്സുവിന്റെ പുറകിൽ കത്തിവെച്ച് കുത്തുന്നത്. പക്ഷെ അവൻ വേട്ടയ്ക്ക് തെരഞ്ഞെടുത്തത് സിംഹത്തെ ആയിരുന്നു എന്ന കാര്യം അവൻ അറിയത്തില്ലായിരുന്നു. 2-3 തവണ കുത്തു കൊള്ളുമെങ്കിലും മച്ചാൻ അവന്റെ കിൻഡൽ തൂക്കിയിട്ട് ഇടിയിടിക്കാൻ തുടങ്ങി. 2-3 തവണ ഇടി കൊടുത്തതിന് ശേഷം അവന്റെ കത്തി ഊരി എടുത്തിട്ട് ആ അജ്ഞാതനിട്ടിട്ടും ഡോങ്സു കുത്തുന്നുണ്ട്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ഡോങ്സുവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ ആ അജ്ഞാതനാണെങ്കിൽ വേഗം തന്നെ അവന്റെ വണ്ടി എടുത്തിട്ട് തിരിച്ചു പോവാണ്. പക്ഷെ ഡോങ്സുവിന് നല്ല രീതിയിൽ കുത്തേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ആരൊക്കെയോ വന്നിട്ട് ഡോങ്സുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ സംഭവം അയാളുടെ അനുയായികളും അറിഞ്ഞിട്ടുണ്ട്. സാങ്ഡുവിന്റെ ആളുകളാണ് ഡോങ്സുവിനെ കുത്തിയത് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാങ്സ്റ്റേഴ്സ് തമ്മിൽ ഒരു പുരിഞ്ഞ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ആ അജ്ഞാതനാണെങ്കിൽ കാട്ടിലൊരിടത്താണ് നിൽക്കുന്നത്. അയാളുടെ ശരീരത്തിൽ നല്ല രീതിയിൽ കുത്തേറ്റിട്ടുണ്ട്. അവൻ അതൊക്കെ തുന്നിക്കെട്ടാൻ തുടങ്ങി. ആ പരിപാടിയൊക്കെ തീർത്തിട്ട് അവൻ നേരെ പട്ടികളെ വളർത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അയാളുടെ കയ്യിൽ ആ കത്തി ഇരിക്കുന്നുണ്ട്. അവൻ വേഗം ചെന്ന് ഒരു കൂട്ടിൽ കിടക്കുന്ന ഒരു പട്ടിയുടെ കഴുത്തിന് പിടിക്കുകയാണ്. ഈ സമയത്താണ് ആ പട്ടികളെ നോക്കുന്ന ആളങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ആ അജ്ഞാതൻ ചെന്നിട്ട് ആ മനുഷ്യനെ കൊന്നുകളയാണ്.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഡോങ്സുവിന് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. അയാൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. അയാളുടെ അസിസ്റ്റന്റ് അങ്ങോട്ട് വന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ എന്തായാലും ഇത് സാങ്ഡോവിന്റെ ആളുകളല്ല, ഇത് വേറെ ഏതോ ഒരുത്തനാണ്. അവൻ ഒരു ഗ്യാങ്ങിലും പെട്ട ആളല്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്തിനോ വേണ്ടിയിട്ടാണ് അവൻ എന്നെ ആക്രമിച്ചത് എന്നാണ് ഡോങ്സു പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരാളെ ഒരു സാധാരണക്കാരൻ വന്ന് ആക്രമിക്കുമോ? ആ അസിസ്റ്റന്റ് വീണ്ടും ചോദിക്കുന്നു. അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും അവന്റെ കാറിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇത് വെച്ചൊന്ന് അന്വേഷിച്ചേക്കെന്നും പറഞ്ഞിട്ട് ആ കാറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡോങ്സു ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുകയാണ്. ഈ സമയത്താണ് ജങ്സൂക്ക് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ഡോങ്സുവിനെ കളിയാക്കാൻ തുടങ്ങി. നിങ്ങൾ ഇത്രയും വലിയൊരു ഗ്യാങ്സ്റ്റർ ആയിട്ട് നിങ്ങളെയും കുത്താൻ ആളുകളുണ്ടോ എന്നാണ് അവൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഇതിൽ നാണിക്കേണ്ടത് ഞാനല്ല, നിങ്ങൾ പോലീസുകാരാണ്. നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ സിറ്റിയിൽ നടക്കുമായിരുന്നോ എന്നാണ് ഡോങ്സു അതിന് മറുപടി പറയുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ആരാണ് നിങ്ങളെ കുത്തിയത്? ജങ്സുക്ക് വീണ്ടും ചോദിക്കുന്നു. അതിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ ആരാണെങ്കിലും നീയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവനെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്നാണ് ഡോങ്സു പറയുന്നത്. അവൻ അങ്ങനെ ഒരു മറുപടി പറയുമ്പോൾ ഇനി അയാളോട് കൂടുതലൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന കാര്യം ജങ്സുക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ വേഗം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ്. ഈ സമയം ഡോങ്സു ആണെന്നുണ്ടെങ്കിൽ ആരാണ് തന്നെ അറ്റാക്ക് ചെയ്തത്, എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ജങ്സൂക്ക് ആണെങ്കിൽ നേരെ പോകുന്നത് ഡോങ്സുവിന്റെ കാറും അന്വേഷിച്ചുകൊണ്ടാണ്. പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് അവൻ ആ കാറ് കണ്ടെത്തുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ ആ കാറിലും ഇടികൊണ്ട പാട് കാണുന്നുണ്ട്. അതിൽ നിന്നും ആ സീരിയൽ കില്ലർ തന്നെയാണ് ഇതിന്റെ പുറകിൽ എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ ആ ഇടികൊണ്ട പാടൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സാങ്ഡോ ഇപ്പോൾ ഡോങ്സുവിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. വന്ന ഉടനെ തന്നെ അവൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞിട്ട് നീ തന്നെ വാക്ക് തെറ്റിച്ചില്ലേ? നിന്റെ ആളുകളൊക്കെ ചേർന്നിട്ട് എന്റെ മുഴുവൻ ആളുകളെയും പഞ്ഞിക്കിട്ടു. അവരെല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇതിനൊക്കെ ഞാൻ നിന്നോട് ക്ഷമിക്കാം, പക്ഷെ അതിന് പകരമായിട്ട് എന്റെ ആളുകളുടെ മുഴുവൻ ഹോസ്പിറ്റൽ ബില്ല് നീ നോക്കണം. മാത്രമല്ല എനിക്ക് ബിസിനസ് ചെയ്യാൻ കുറച്ച് സ്ഥലങ്ങൾ കൂടെ നീ എനിക്ക് വിട്ടുതരണം എന്നാണ് സാങ്ഡോ പറയുന്നത്. അതേക്കുമ്പോൾ നിന്റെ ആളുകളുടെ ബില്ലൊക്കെ ഞാൻ നോക്കിക്കോളാം, പക്ഷെ നിന്റെ ഈ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ വേണ്ടി നീ തന്നെയാണോ ഇതൊക്കെ ചെയ്യിച്ചത്? ഡോങ്സു ചോദിക്കുന്നു. ഇല്ല ഡോങ്സു, ഞാനല്ല ഇത് ചെയ്തത്. ഞാനായിരുന്നെങ്കിൽ നീ ഇന്ന് ജീവനോടെ കാണത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. എന്തായാലും ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? നിന്റെ അവസ്ഥയെ ഓർത്തിട്ട് എനിക്ക് തന്നെ ശരിക്കും നാണക്കേട് തോന്നുകയാണ്. ഒരു ഗ്യാങ്സ്റ്ററിന്റെ വിലയാണ് നീ കളഞ്ഞത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്തേനെ എന്ന് പറഞ്ഞിട്ട് സാങ്ഡോ അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. അതെല്ലാം കേട്ട് ആകെ ദേഷ്യത്തിലിരിക്കുകയാണ് അവൻ. ഇത്രയും പോപ്പുലർ ആയ ഒരു ഗ്യാങ്സ്റ്ററിനെ സംബന്ധിച്ചിട്ട് ഇതിലും വലിയൊരു നാണക്കേടിനി അവൻ എന്ത് വരാനാണ്? ഇതേ സമയത്ത് തന്നെ ജങ്സൂക്ക് ആണെങ്കിൽ അവന്റെ ക്യാപ്റ്റനെ കാണാനാണ് ചെന്നിരിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന കൊലപാതകങ്ങളൊക്കെ വേറെ പോലീസുകാരാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം അവനെ വിട്ടുകൊടുക്കണം എന്ന് പറയാനാണ് ജങ്സൂക്ക് അങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ക്യാപ്റ്റൻ അതിന് സമ്മതിക്കുന്നില്ല. അത് കാണുമ്പോൾ നോക്ക് ക്യാപ്റ്റൻ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഒരു സീരിയൽ കില്ലറിന്റെ പണിയാണ്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ ഡോങ്സുവിനെ അയാൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു സാധാരണക്കാരനാണെങ്കിൽ ഡോങ്സുവിനെ പോലെ ഒരു ഗ്യാങ്സ്റ്ററെ ഒരിക്കലും അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു സീരിയൽ കില്ലറാണ്. കാരണം അത്രയ്ക്ക് ധൈര്യമുള്ളവനെ ഡോങ്സുവിനെ പോലുള്ള ഒരാളെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. മാത്രമല്ല ഈ ഒറ്റ സംഭവം കൊണ്ട് തന്നെ ഡോങ്സു ആണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അവനെങ്ങാനും ആ കൊലയാളിയെ കണ്ടെത്തി കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഒരു കേസും തെളിയിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ എനിക്ക് ചെയ്തു തരേണ്ടത് ഈ ഡോങ്സുവിനെ ചോദ്യം ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി തരാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ട് ആ കൊലയാളിയെ കണ്ടെത്തി കൊല്ലും എന്നാണ് ജങ്സൂക്ക് പറയുന്നത്. അതേക്കുമ്പോൾ അവൻ എങ്ങനെ അയാളെ കണ്ടുപിടിക്കാനാണ്? അവൻ പോലീസല്ലല്ലോ, അവൻ ഗ്യാങ്സ്റ്റർ അല്ലേ? അയാൾക്ക് സംശയമായി. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. അവൻ പോലീസല്ല, ഗ്യാങ്സ്റ്റർ ആണ്. അവർക്ക് ഇതുപോലുള്ള ആളുകളെ കണ്ടെത്താൻ ഈസി ആയിട്ടുള്ള വഴികളുണ്ട്. പിന്നെ കുത്തേറ്റിരിക്കുന്നത് ഡോങ്സുവിനാണ്. മച്ചാൻ നമ്മൾ വിചാരിച്ച പോലെ ഒരാളല്ല. മാത്രമല്ല അവൻ കൊലയാളിയെ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് അവനെ ചോദ്യം ചെയ്യണം. അവന്റെ പേരിൽ ഇഷ്ടം പോലെ കേസുകൾ ഇവിടെ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു കേസിൽ പെടുത്തി അവനെ നമുക്ക് അറസ്റ്റ് ചെയ്യണം. എന്നിട്ട് ചോദ്യം ചെയ്തിട്ട് ആ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണം എന്നാണ് ജങ്സൂക്ക് ക്യാപ്റ്റന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ഡോങ്സുവിനെ പോലുള്ള ഒരാളെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പണിയാണ് എന്ന കാര്യം ക്യാപ്റ്റന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ സമയം രാത്രിയായി. ആ കൊലയാളി ഇപ്പോ മറ്റൊരു ഇരയെ പിടിച്ചിട്ട് അവനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഡോങ്സു ആണെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്ന ലേഡിയെ കൊണ്ട് ആ കൊലയാളിയുടെ ചിത്രം വരപ്പിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കൊലയാളി ആ മനുഷ്യനെ കൊന്നു കഴിയുമ്പോഴേക്കും ഡോങ്സു ആണെങ്കിൽ ആ ചിത്രം പൂർണ്ണമായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ കൊലയാളിയുടെ മുഖം തന്നെയാണ് ആ ലേഡി വരച്ചിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ ഡോങ്സു ആ ചിത്രം എടുത്തിട്ട് അവന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് കൊടുത്തിട്ട് അയാളെ കുറിച്ച് അന്വേഷിക്കാൻ പറയാണ്. ഈ സമയം ആ കൊലയാളിയാണെങ്കിൽ ആ മനുഷ്യനെ കൊന്നു കളഞ്ഞ് അവന്റെ ട്രക്കും എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ പോയി ഒരിടത്തെത്തുമ്പോഴാണ് ആ ട്രക്കിനകത്ത് മറ്റൊരാൾ കൂടെ ഉണ്ട് എന്ന കാര്യം അയാൾക്ക് മനസ്സിലാവുന്നത്. അയാളെ കാണുമ്പോൾ ആ കൊലയാളിയാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ അവനെയും കൊന്നുകളയാണ്. അതിനിടയിൽ ആ കൊലയാളിയുടെ കത്തി തെറിച്ച് പുറത്തേക്ക് വീഴുന്നുണ്ട്. അതിപ്പോ റോഡിൽ വീണ് കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ക്യാപ്റ്റൻ ഒന്നുകൂടെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ജങ്സൂക്ക് ഇപ്പൊ പോലീസുകാരെയും കൂട്ടി ഡോങ്സുവിന്റെ ആ ഗാംബ്ലിംഗ് നടക്കുന്ന സ്ഥലമൊക്കെ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മെഷീൻസ് ഒക്കെ ജങ്സൂക്കും പോലീസുകാരും പിടിച്ചെടുക്കുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ സീസ് ചെയ്തതിനു ശേഷം ജങ്സൂക്ക് നേരെ പോകുന്നത് ഡോങ്സുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിന്റെ മുഴുവൻ മെഷീൻസും ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഇല്ലീഗലായിട്ട് നീ നടത്തുന്ന പരിപാടിയാണ് എന്ന കാര്യം എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഞാൻ മറക്കാം. അതിനു പകരമായിട്ട് ആ കൊലയാളി ആരാണ് എന്ന കാര്യം നീ എന്നോട് പറയണം. ഞാനിപ്പോ നിന്റെ കാല് പിടിക്കാൻ വന്നിരിക്കുന്നത് അവനെ നീ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. നീ വിചാരിക്കുന്ന പോലെ ഒരുത്തനല്ല അയാൾ ഒരു സീരിയൽ കില്ലറാണ്. അയാളെ നമ്മൾ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഇനിയും കൊലപാതകങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അത് ആരാണെന്ന് നീ പറയണം. എന്നിട്ട് നീ നിന്റെ ഗാങ്സ്റ്റർ ലൈഫുമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഞാൻ അവനെ പിടിച്ച് ജയിലിലിട്ടോളാം എന്നൊക്കെയാണ് ജങ്സുക്ക് പറയുന്നത്. പക്ഷെ അവൻ അത്രയൊക്കെ പറഞ്ഞിട്ടും ഡോങ്സു ആ കൊലയാളിയെ കുറിച്ച് ഒരു കാര്യവും ജങ്സുക്കിന്റെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ ആ മീറ്റിംഗ് പിരിഞ്ഞതിന് ശേഷം ഡോങ്സുവും അയാളുടെ അസിസ്റ്റന്റും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇല്ലീഗൽ ബിസിനസിന് വേണ്ടി കുറെ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോങ്സുവിന് ഈ അപകടം പറ്റിയതുകൊണ്ട് അവന് മേലുള്ള വിശ്വാസം പോയിട്ട് ആ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അവരുടെ പണം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ബിസിനസ് ഏരിയ മൊത്തം ഇപ്പൊ സാങ്ഡോന്റെ ആൾക്കാർ കയ്യേറുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ അസിസ്റ്റന്റ് ഇപ്പൊ ഡോങ്സുവിന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ വീട്, ആ എന്നെ അറ്റാക്ക് ചെയ്തവന്റെ കാര്യം എന്തായി? അവനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? ഡോങ്സു ചോദിക്കുന്നു. അന്വേഷിച്ചായിരുന്നു. അവന്റെ കാറ് നാഷണൽ ഹൈവേയിൽ നിന്നും നമ്മുടെ പിള്ളേരെ കണ്ടെടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഒരു കൊലപാതകവും നടന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ നിന്ന് നമുക്കൊരു കത്തിയും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കൊലയാളിയുടെ കത്തി എടുത്തിട്ട് ആ അസിസ്റ്റന്റ് ഡോങ്സുവിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അത് തന്നെ അറ്റാക്ക് ചെയ്ത അതേ കത്തിയാണ് എന്ന കാര്യം ഡോങ്സുവിന് മനസ്സിലായി. അങ്ങനെ ഡോങ്സു ഉടനെ തന്നെ ജങ്സൂക്കിനെ വിളിച്ചു വരുത്തി ഒരു ഡീല് സംസാരിക്കാൻ തുടങ്ങി. അവനിപ്പോ ലാസ്റ്റ് നടത്തിയ കൊലപാതകത്തെക്കുറിച്ചും അവിടെ നിന്ന് അവന്റെ ആളുകൾ കണ്ടെടുത്ത കാറിന്റെ കാര്യങ്ങളൊക്കെ ഡോങ്സ് ഈ ഒരു അവസരത്തിൽ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷമാണ് അവൻ ഡീല് പറയുന്നത്. എന്നെ ചൊറിയാൻ വന്ന ദേവൻ തമ്പുരാനാണെങ്കിൽ പോലും ഞാൻ അങ്ങേരിക്കിട്ട് പണി കൊടുക്കും. പക്ഷെ ഇതിപ്പം നമ്മൾ രണ്ടുപേരും ഒരാളെയാണ് തേടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് അവന്റെ പുറകെ പോവാം. ആരാണോ ആദ്യം അവനെ പിടിക്കുന്നത്, അതിപ്പോ നീ ആണെങ്കിൽ നിനക്ക് അവനെ അറസ്റ്റ് ചെയ്യാം. ഞാനാണ് അവനെ പിടിക്കുന്നതെങ്കിൽ ഞാൻ അവനെ കൊല്ലും. ഇങ്ങനെ ഒരു ഡീലിൽ നമുക്ക് മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഡോങ്സു വരപ്പിച്ച ആ രേഖാചിത്രം കൂടെ അവൻ ജങ്സൂക്കിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ആ ഡീലിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയം ഡോങ്സു മറ്റൊരു കാര്യം കൂടെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവന്റെ ഒരു ഉറപ്പിന് വേണ്ടി ജങ്സൂക്കും അവനും തമ്മിലുള്ള സംസാരിച്ച കാര്യങ്ങളൊക്കെ അവനൊരു വോയിസ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ ഡോങ്സു ജങ്സൂക്കിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ജങ്സൂക്കിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൻ ഉടനെ തന്നെ ആ റെക്കോർഡർ എടുത്ത് തല്ലി പൊട്ടിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവര് സംസാരിച്ചതിന്റെ വേറെയും റെക്കോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ CCTV ആണ്. അതും കൂടെ ഡോങ്സു അവന് കാണിച്ചു കൊടുക്കുമ്പോൾ അവന്റെ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ കൊലയാളിയെ പിടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നിന്റെ കാര്യം കൂടെ ഞാൻ പരിഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ജങ്സൂക്ക് ഉടനെ തന്നെ അവന്റെ 2 പോലീസുകാരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ക്യാപ്റ്റൻ അറിയാതെയാണ് അവരിപ്പോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനിപ്പോ ആ കൊലപാതകയെ കുറിച്ചിട്ടുള്ള ഏകദേശം ഡീറ്റെയിൽസ് ആണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവൻ ഏകദേശം ഒരു 6 അടി പൊക്കം കാണും. ഇവൻ ആൾക്കാരെ കൊല്ലുന്നത് രാത്രിയിലാണ്. ഇവൻ ഇരകളെ തിരഞ്ഞെടുക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രീതിയൊന്നുമില്ല. കിട്ടിയവനെയൊക്കെ ഇവൻ തട്ടും. ഇവൻ ഉപയോഗിക്കുന്നത് ഒരു കത്തിയാണ്. അതുകൊണ്ട് അവന്റെ ആയുധം കണ്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവനെ കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഈ ഒരു കാര്യത്തിന് നമ്മൾ ആ ഡോങ്സുവിന്റെ ടീമിനെയും കൂടെ ചേർക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവനാണ് ഈ കൊലയാളിയെ നേരിട്ട് കണ്ടിട്ടുള്ളത്. മാത്രമല്ല അവന്റെ ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവനിലേക്ക് എത്താൻ സാധിക്കും. ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് അങ്ങനെ ചെയ്യണ്ട. നമ്മൾ ആ ഗാങ്സ്റ്റേഴ്സിന്റെ കൂടെ നിൽക്കുന്നു എന്നവരൊന്ന് ബോധിപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് ആ കൊലയാളിയെ പിടിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് കാല് മാറാം. എന്നിട്ട് അവനെ പൂട്ടിയതിനു ശേഷം ഈ ഗാങ്സ്റ്റേഴ്സിനെയും കൂടെ നമുക്ക് പൂട്ടണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ജങ്സൂക്ക് ആ പോലീസുകാരുടെ അടുത്ത് പറയുന്നത്. ഇതേ സമയം തന്നെ ഡോങ്സുവും അവന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് ഇതേ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്കിപ്പം ആ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടി പോലീസുകാരുടെ കൂടെ നിൽക്കാം. അത് മറ്റൊന്നും കൊണ്ടല്ല, വെറും അവന്റെ ഒരു കാറ് കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് അവനെ ട്രേസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് ഫോറൻസിക്കിന്റെ ഹെൽപ്പും കൂടെ വേണം. അതിന് പോലീസുകാർ നമ്മളുടെ കൂടെ ഉണ്ടായേ പറ്റും. എന്നിട്ട് അവനെ പിടിക്കുന്നത് വരെ നമുക്ക് പോലീസുകാരുടെ കൂടെ നിൽക്കാം. എന്നിട്ട് അവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാല് മാറാം എന്നൊരു നിർദ്ദേശമാണ് ഡോങ്സു അയാളുടെ അസിസ്റ്റന്റിന് കൊടുക്കുന്നത്. അങ്ങനെ ആ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ജങ്സൂക്കും അവന്റെ ആളുകളും നേരെ ആ കൊലയാളിയുടെ കാർ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഡോങ്സുവിന്റെ ഒരു ഹൈഡ് ഔട്ടിലാണ് വെച്ചിരിക്കുന്നത്. അവർ വേഗം തന്നെ ചെന്നിട്ട് ആ കാറൊക്കെ ശരിക്കും പരിശോധിക്കാൻ തുടങ്ങി. ഇതേ സമയം ഡോങ്സു ആണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ അത്യാവശ്യം ഈ കൊലയാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ആ സാങ്ഡുവിന് കൂടെ നമുക്കൊരു പണി കൊടുക്കണം എന്നാണ് ഡോങ്സു പറയുന്നത്. അവൻ അത്രയും പറഞ്ഞതിന് ശേഷം അവന്റെ കൂട്ടത്തിലുള്ള ഒരാൾ അവർ കണ്ടെടുത്ത കൊലയാളിയുടെ കത്തിയുമായിട്ട് നേരെ പോകുന്നത് സാങ്ഡുവിന്റെ വീട്ടിലേക്കാണ്. അയാൾ ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. ആ ഉറങ്ങി കിടക്കുമ്പോൾ തന്നെ അയാൾ ആ കത്തി വെച്ചിട്ട് സാങ്ഡുവിനെ കൊന്നുകളയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ജങ്സൂക്ക് ഇപ്പോ ആ കാറിൽ നിന്ന് കിട്ടിയ DNA സാമ്പിളുകളുമായിട്ട് നേരെ പോകുന്നത് ആ ജിന്നിനെ കാണാൻ വേണ്ടിയിട്ടാണ്.
അതിനുശേഷം അതൊന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ആ തെളിവുകളൊക്കെ അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും സാങ്ഡോ മരിച്ച വിവരം പുറത്തറിഞ്ഞിട്ടുണ്ട്. ജിൻ ഇപ്പൊ നേരെ പോയിരിക്കുന്നത് അവിടുത്തെ തെളിവുകളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. സാങ്ഡോവിന്റെ മരണം കൂടെ ആയപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മൊത്തത്തിലൊന്ന് ഇളകിയിരിക്കുകയാണ്. ഒരു ഗാങ്സ്റ്ററും കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പോലീസുകാരൊക്കെ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് ആ കൊലയാളിയെ കുറിച്ച് ഒരു തുമ്പുണ്ടാക്കിയേ പറ്റൂ എന്നൊക്കെയാണ് അവിടുത്തെ മെയിൻ പോലീസുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ജിന്ന് ജങ്സൂക്കിനെ വിളിക്കുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ തന്ന സാമ്പിളുകളൊക്കെ ഞാൻ പരിശോധിച്ചു. ഇതിനു മുമ്പ് നടന്ന കൊലപാതകങ്ങളുടെ ഇരകളുടെ DNA-യുമായിട്ട് നീ തന്ന DNAs ഒക്കെ മാച്ച് ആവുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇന്ന് സാങ്ഡോവിന്റെ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും ഞാൻ കുറച്ച് DNA കളക്ട് ചെയ്തിട്ടുണ്ട്. അതിലുള്ള DNA-യും നീ തന്ന DNA-യുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഒരാളാണ് എന്നൊക്കെയാണ് അവള് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ജങ്സൂക്കിനാണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. ഇതിനു മുമ്പ് നടന്ന കൊലപാതകങ്ങളൊക്കെ ഒരു സീരിയൽ കില്ലർ ആണ് ചെയ്തത് എന്ന കാര്യം അവന് നന്നായിട്ട് അറിയാം. എന്നാൽ സാങ്ഡോവിനെ ആ സീരിയൽ കില്ലർ കൊന്നിട്ടില്ല. അത് ചെയ്തിരിക്കുന്നത് ഡോങ്സു ആണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവൻ ഉടനെ തന്നെ ഡോങ്സുവിനെ കാണാനാണ് ചെല്ലുന്നത്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡോങ്സു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജങ്സൂക്ക് അവനെ പിടിച്ച് ഇടിക്കാൻ തുടങ്ങി. എന്നാൽ ഇടി കിട്ടിക്കഴിഞ്ഞാൽ മച്ചാൻ വെറുതെ ഇരിക്കോ, അവനും തിരിച്ച് നല്ല രീതിക്ക് ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ഇടി കൊണ്ട് കഴിയുമ്പോൾ ജങ്സൂക്ക് ആണെങ്കിൽ തളർന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയം ഡോങ്സു സംസാരിക്കാൻ തുടങ്ങി. നീ വിചാരിച്ചിരിക്കുന്നത് ശരിയാണ്, ഞാൻ തന്നെയാണ് ആ സാങ്ഡോവിന് പണി കൊടുത്തത്. അവനത് ആവശ്യമായിരുന്നു. ഇതുകൊണ്ടൊന്നും നമ്മുടെ ഡീൽ അവസാനിക്കാൻ പോകുന്നില്ല. നമുക്ക് ഒരുമിച്ച് തന്നെ ആ കൊലയാളിയുടെ പുറകെ പോവാം എന്നാണ് ഡോങ്സു പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്തായാലും ഈ കൊലയാളി ഒന്ന് പിടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നിന്നെ കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജങ്സൂക്ക് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ആ കൊലപാതകങ്ങളെല്ലാം ഒരു സീരിയൽ കില്ലറാണ് കൊന്നത് എന്ന് നാട് മൊത്തത്തിൽ പാട്ടായി. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. പോലീസുകാർക്ക് ഒരു തുമ്പും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു പോലീസ് ടീമിനെയും കൂടെ ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ ന്യൂസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആ കൊലയാളിയും കാണുന്നുണ്ട്. പക്ഷെ സാങ്ഡുവിനെ കൊന്നത് അയാളല്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ കൊല ചെയ്തത് ഞാനല്ല എന്നാണ് അയാൾ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സാങ്ഡോവിന്റെ ആ ഫ്യൂണറൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോങ്സു അങ്ങോട്ട് വന്നിട്ടുണ്ട്. സാങ്ഡോ മരിച്ചതുകൊണ്ട് തന്നെ ഇനി ആ സാമ്രാജ്യം നോക്കുന്നത് മൂൺ എന്ന് പറയുന്ന ഒരാളാണ്. ഡോങ്സു അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ മൂണും അവിടെ നിൽക്കുന്നുണ്ട്. സാങ്ഡോ മരിച്ചതിന് അയാളെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം ഡോങ്സു വേഗം ഭക്ഷണം കഴിക്കാൻ പോവാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊലയാളി അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ കുറെ നേരമായിട്ട് ഡോങ്സുവിനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആ കൊലയാളി നേരെ പോകുന്നത് ആ മൂണിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ആരാണ് എന്ന കാര്യം മൂണിന് മനസ്സിലായിട്ടില്ല. ഈ സമയം ആ കൊലയാളിയാണെങ്കിൽ ഡോങ്സുവിനെ ഒന്ന് നോക്കിയതിന് ശേഷം മൂണിന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുക്കുകയാണ്. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. മൂൺ ആ ലെറ്റർ തുറന്നു നോക്കുമ്പോൾ എന്റെ കത്തി വെച്ചിട്ട് മറ്റാരോ ആണ് സാങ്ഡോവിനെ കൊന്നത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതൊന്ന് വായിച്ചതിന് ശേഷം ഡോങ്സുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അയാൾ. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ കൊലയാളി ഇപ്പോ ഒരു ചുവന്ന കാർ എടുത്തിട്ട് മറ്റൊരു കാറിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അയാൾ എന്നും ചെയ്യുന്ന പോലെ ആ കാറിന്റെ പുറകിലിട്ട് ഒരു ഇടി കൊടുക്കുന്നു. അതിനെ തുടർന്ന് ആ കാറിലുള്ള ആള് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കൊലയാളി ഒരു കത്തി വെച്ചിട്ട് അവനെ കുത്തിക്കൊല്ലുകയാണ്. അതിനുശേഷം അയാളുടെ കാറിന്റെ ഡിക്കിക്കകത്തേക്ക് ഇട്ടിട്ട് ആ കാറും എടുത്തോണ്ടാണ് ആ കൊലയാളി അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം തന്നെ ഡോങ്സുവും ജങ്സൂക്കും കൂടെ ആ കൊലയാളിയുടെ വെള്ള കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതിന്റെ സ്റ്റിയറിംഗിൽ നിന്നും എന്തോ ഒരു തെളിവ് കണ്ടെടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ആ മൂന്ന് ആളുകളും കൂടെ അങ്ങോട്ട് ഓടി വരുന്നത്. അവർ വന്ന ഉടനെ തന്നെ ഡോങ്സുവിനെയും ജങ്സൂക്കിനെയും പിടിച്ചിടിക്കാൻ തുടങ്ങി. കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനിടയിൽ മൂണാണെങ്കിൽ ഒരു കത്തിയും പിടിച്ചാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവനിപ്പോ ജങ്സൂക്കിനെയാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ ജങ്സൂക്ക് ആണെങ്കിൽ കഷ്ടപ്പെട്ടാണ് ആ മൂണിനെ ഇടിച്ചു വീഴ്ത്തുന്നത്. പക്ഷെ അതിനിടയിൽ അബദ്ധവശാൽ ആ കത്തിയാണെങ്കിൽ മൂണിന്റെ നെഞ്ചിൽ കൊള്ളുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അയാൾ ഇപ്പം മരിച്ചു പോയിരിക്കുകയാണ്. ജങ്സൂക്ക് കാരണമാണല്ലോ അയാൾ മരിച്ചത്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആകെ വെപ്രാളത്തിൽ അയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഡോങ്സുവും കാണുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ജങ്സൂക്കിന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ എന്തിനാണ് അവനെ വിളിക്കാൻ ശ്രമിക്കുന്നത്? അവന്റെ പണി തീർന്നു. ഇത് എനിക്ക് വിട്ടേക്ക്, നീ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് ഡോങ്സു പറയുന്നത്. അങ്ങനെ ജങ്സൂക്ക് അവിടെ നിന്ന് പോയതിനു ശേഷം ഡോങ്സു അവന്റെ ആളുകളും കൂടെ ആ മൂണിന്റെ ശരീരം ഒരു വലിയ കുഴി എടുത്തിട്ട് അതിലിട്ട് മൂടാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. ആ കൊലയാളി പുതിയൊരാളെ കൊന്നല്ലോ, പക്ഷെ അയാളുടെ ബോഡി കിട്ടാത്തതുകൊണ്ട് കിഡ്നാപ്പിംഗ് കേസായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കേസ് ഇപ്പൊ ക്യാപ്റ്റൻ ജങ്സൂക്കിനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കിഡ്നാപ്പിംഗ് കേസാണ് താൻ അന്വേഷിക്കേണ്ടതെന്ന് അറിയുമ്പോൾ ജങ്സൂക്കിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. കിഡ്നാപ്പിംഗ് കേസോ? ഞാൻ ആ കൊലപാതകമല്ല അന്വേഷിക്കുന്നത്, എനിക്ക് ഈ കിഡ്നാപ്പിംഗ് ഒന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആ കൊലപാതകം അന്വേഷിക്കാനാണ് ഇവിടെ പുതിയൊരു ടീമിനെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം അവര് നോക്കിക്കോളും, നീ ഇപ്പൊ ഈ കിഡ്നാപ്പിംഗ് കേസ് അന്വേഷിച്ചാൽ മതി എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ അവന്റെ ദേഷ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്കെല്ലാം ആ ടീമാണല്ലേ, ഞാനല്ലേ ഇതാദ്യം തന്നെ ഒരു സീരിയൽ കൊലപാതകമാണെന്ന് പറഞ്ഞത്? ആ സമയത്ത് നിങ്ങൾ അത് വകവെച്ചില്ലല്ലോ, എന്നിട്ട് ഇപ്പം നിങ്ങൾ ഈ കേസ് എന്നിൽ നിന്ന് മാറ്റാൻ നോക്കുകയാണോ എന്നൊക്കെയാണ് അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നത്. ശരിയാണ്, നീ തന്നെയാണ് ആദ്യം പറഞ്ഞത്, പക്ഷെ നിന്റെ കയ്യിൽ അതിനൊരു തെളിവുകളും ഇല്ലായിരുന്നു. അങ്ങനെ നിനക്ക് തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ട് അയാളെ പിടിച്ചില്ല? അതുകൊണ്ട് നീ അധികം വർത്താനൊന്നും പറയണ്ട, നീ ഇപ്പൊ ഈ കിഡ്നാപ്പിംഗ് അന്വേഷിച്ചാൽ മതി, ഈ കൊലപാതക കേസ് പുതിയ ടീം അന്വേഷിച്ചോളും എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്.
അതെല്ലാം കേട്ട് ജങ്സൂക്ക് ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ജങ്സൂക്കും പോലീസുകാരും കൂടെ ആ കിഡ്നാപ്പിംഗ് അന്വേഷിക്കാൻ വേണ്ടി കാണാതായ ആ മനുഷ്യന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇവിടെ കൊലയാളി മറ്റൊരു പ്ലാനാണ് സ്വീകരിച്ചിരിക്കുന്നത്. അയാൾ ആ ബോഡി ആരെയും കാണിച്ചിട്ടില്ല. കേസ് അന്വേഷണം തിരിച്ചു വിടാൻ വേണ്ടി അയാളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അയാളെ വിട്ടുകിട്ടണമെങ്കിൽ കുറെ പൈസ വേണം എന്നൊക്കെയാണ് അയാൾ ആ മനുഷ്യന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ആ കൊലയാളി അവരെ വിളിച്ചപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ പൈസ കൈമാറുമ്പോൾ ആ കിഡ്നാപ്പറെ പിടിക്കാനാണ് ജങ്സൂക്കും കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നത്. ആ കൊലയാളി പറഞ്ഞിരിക്കുന്നത് ഒരു റെസ്റ്റോറന്റിൽ പൈസ കൊണ്ടു കൊടുക്കാനാണ്. അയാളുടെ ഭാര്യ ആ പൈസയുമായിട്ട് റെസ്റ്റോറന്റിലേക്ക് പോകുന്നത് അവിടുത്തെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ജങ്സൂക്കും കൂട്ടരും വാച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയം ആ കടയിലുള്ള ഒരു ലേഡി ആണെങ്കിൽ ആ പൈസ അടങ്ങിയ ബാഗ് വാങ്ങി വെക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ മുകളിൽ നിന്നും പോലീസുകാരും നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് അവർ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ മറ്റൊരാളെ കാണുന്നത്. അത് ആ കൊലയാളിയായിരുന്നു. പോലീസുകാർ തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അയാൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ജങ്സൂക്കും കൂട്ടരും അയാളെ വിടാതെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ നേരം ഓടിയിട്ടും അവർക്ക് അവനെ പിടിക്കാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ജങ്സൂക്കും കൂട്ടരും നേരെ ആ റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അവിടെയുള്ള ആ ലേഡിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് ആ പൈസ അടങ്ങിയ ബാഗ് വാങ്ങി വെച്ചത് എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നേരത്തെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ എനിക്ക് കുറച്ച് പൈസ തന്നു. ഇവിടെ ഒരു ലേഡി ബാഗും കൊണ്ടുവരുമ്പോൾ അത് വാങ്ങി വെക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് വാങ്ങി വെച്ചത് എന്നാണ് ആ ലേഡി പറയുന്നത്. മാത്രമല്ല അയാൾ അവിടെ നിന്ന് ഒരു ബോട്ടിൽ ഡ്രിങ്കും കുടിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടെ ആ ലേഡി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജങ്സൂക്കും കൂട്ടരും ആ ഡ്രിങ്കിന്റെ കുപ്പി എവിടെയാണുള്ളത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അതിൽ നിന്നും അയാളുടെ DNA കളക്ട് ചെയ്യാനാണ് ജങ്സൂക്ക് ശ്രമിക്കുന്നത്. പക്ഷെ ആ കുപ്പി ഇപ്പോൾ അത് കളക്ട് ചെയ്യുന്ന ആളുടെ അടുത്താണ്. അവിടെയാണെങ്കിൽ ഒരുപാട് ബോട്ടിൽസ് ഉണ്ട്. പോലീസുകാരെല്ലാം കൂടെ ആ കിഡ്നാപ്പ് ചെയ്തവൻ കുടിച്ച ബോട്ടിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജങ്സൂക്ക് ആ ജിന്നിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അയാളുടെ കാറിന്റെ സ്റ്റിയറിംഗിന്റെ കവറിൽ നിന്നും ആ കൊലയാളിയുടെ DNA ജങ്സൂക്കിന് കിട്ടിയിട്ടുണ്ട്. അത് അവൻ ജിന്നിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതും ആ കുപ്പിയിൽ നിന്ന് കിട്ടുന്ന DNA മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ജിന്നിനെ അവൻ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് ആ DNA കിട്ടി. ജിന്ന് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ സ്റ്റിയറിംഗിൽ നിന്ന് കിട്ടിയ അതേ DNA ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതിൽ നിന്ന് അവർ ആളെയും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ജങ്സൂക്ക് ഉടനെ തന്നെ ആ ആളെ അന്വേഷിച്ചിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 3 മാസമായിട്ട് അയാൾ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് അയാളുടെ അമ്മ പറയുന്നത്. അങ്ങനെ ജങ്സൂക്ക് ആണെങ്കിൽ ആ വീട് മൊത്തം അരിച്ചു പെറുക്കാൻ തുടങ്ങി. അയാളുടെ ഈ വിചിത്ര സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ജങ്സൂക്കിന് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല അവന്റെയും ഫാമിലിയുടെ ഒരു ഫോട്ടോയും കൂടെ ജങ്സൂക്കിന് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഫോട്ടോ നോക്കി കഴിയുമ്പോൾ ഡോങ്സു വരപ്പിച്ച അതേ ഫോട്ടോയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ കൊലയാളി ആരാണ് എന്ന കാര്യം ജങ്സൂക്കിന് ശരിക്കും മനസ്സിലായി. അവൻ ഉടനെ തന്നെ അയാളെ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു. അവൻ ആദ്യം തന്നെ വിളിക്കുന്നത് ഡോങ്സുവിനാണ്. അതിനുശേഷം ആ ഫോട്ടോ അവൻ അയച്ചു കൊടുക്കുന്നു. മാത്രമല്ല അവര് നേരത്തെ കളക്ട് ചെയ്ത അവന്റെ ഒരു വോയിസ് റെക്കോർഡിംഗും ജങ്സൂക്ക് ഡോങ്സുവിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും അത് ആ കൊലയാളിയാണ് എന്ന കാര്യം ഡോങ്സുവും കൺഫേം ചെയ്യുന്നു. കൊലയാളിയെ മനസ്സിലായതുകൊണ്ട് തന്നെ ഡോങ്സുവും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഡോങ്സുവിന്റെ ഗ്യാങ്സ്റ്റർ ടീമും ജങ്സൂക്കിന്റെ പോലീസ് ടീമും ഒരുമിച്ച് ആ കൊലപാതകയെ പിടിക്കാൻ വേണ്ടി ഒരു അംഗത്തിന് ഇറങ്ങുകയാണ്. സിറ്റി മൊത്തത്തിൽ ആ 2 ടീമും കൂടെ അരിച്ചു പെറുക്കുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെ തെരഞ്ഞിട്ടും അയാളുടെ പൊടി പോലും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു നിരാശയിലാണ് അവർ രണ്ടുപേരും. അങ്ങനെ ഒരു ദിവസം ഡോങ്സു ആണെങ്കിൽ ജങ്സൂക്കിനെ അന്വേഷിച്ച് റോഡ് സൈഡിൽ നിൽക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുടയും പിടിച്ചിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. ഈ സമയത്താണ് ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി അങ്ങോട്ട് ഓടി വരുന്നത്. അവളുടെ കയ്യിൽ കുടയില്ല. അതുകൊണ്ട് തന്നെ ഡോങ്സു ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള കുട അവൾക്ക് കൊടുക്കുന്നു. അവളാണെങ്കിൽ അവനോടൊരു നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഗ്യാങ്സ്റ്റർ ടീമും പോലീസ് ടീമും കൂടെ ഇപ്പോൾ ഒരു ബാറിൽ ഇരുന്നിട്ട് ബിയർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ ഒരു ടിവിയിൽ ന്യൂസ് കാണിക്കുന്നത്. ആ ന്യൂസിൽ ഒരു പെൺകുട്ടിയുടെ കൊലപാതകമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോങ്സു നോക്കുമ്പോൾ അവൻ കൊടുത്ത ആ കൊട വിഷ്വലിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ അവർ കണ്ട ആ പെൺകുട്ടിയാണ് മരിച്ചത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ അതും ചെയ്തത് അവനാണ് എന്ന കാര്യം അവർക്ക് ഉറപ്പായി. അവർ ഉടനെ തന്നെ ആ കൊലയാളിയെ അന്വേഷിച്ച് വേഗം തന്നെ സിറ്റിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ കുറെ സമയത്തെ സെർച്ചിന് ശേഷം അവർ ആ കൊലയാളിയെ കണ്ടെത്തി. അയാളിപ്പോൾ അയാളുടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടിലൻ ചേസിംഗ് ആണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് അവനെ പിടിക്കാൻ പറ്റുന്നില്ല. അവൻ ഉടൻ തന്നെ കാറ് നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി. അവരാണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഡോങ്സുവിന്റെ ആ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവനൊന്ന് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൊലയാളിയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള കത്തി വെച്ചിട്ട് ആ അസിസ്റ്റന്റിനിട്ട് കുത്തിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഡോങ്സ് അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ആ അസിസ്റ്റന്റ് ആണെങ്കിൽ തീരെ അവശനായിട്ടുള്ള നിലയിലാണ് കിടക്കുന്നത്. അതും കൂടെ കാണുമ്പോൾ ഡോങ്സുവിന്റെ ദേഷ്യം കൂടാൻ തുടങ്ങി. അവൻ ഉടനെ തന്നെ ആ കൊലയാളിയെ അന്വേഷിച്ച് അവിടെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്കാണ് കയറുന്നത്. അവൻ അതിനകത്തൊരു ബാത്റൂമിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഡോങ്സു ആണെങ്കിൽ ഒറ്റയിടിക്ക് തന്നെ ആ ബാത്റൂമിന്റെ ഡോറ് തകർക്കുകയാണ്. അതിനുശേഷം ആ കൊലയാളിയെ പിടിച്ചിടിക്കാൻ തുടങ്ങി. 2-3 ഇടി ഇടിക്കുമ്പോൾ തന്നെ ആ കൊലയാളിയാണെങ്കിൽ അവശനായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഡോങ്സു ആണെങ്കിൽ അവന്റെ കാലിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയം ജങ്സൂക്ക് അവനെ വിളിക്കുന്നുണ്ട്.
ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ഡോങ്സു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നീ ഈ കൊലയാളിയെ അന്വേഷിക്കണ്ട, അവൻ എനിക്ക് കിട്ടി, ഇനി ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഡോങ്സു ആ ഫോൺ കട്ട് ചെയ്യാണ്. എന്നാൽ ജങ്സൂക്കാണെങ്കിൽ അതങ്ങനെ വിട്ടുകളയുന്നില്ല. ഡോങ്സു അയാളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നടന്ന കേസുകളൊന്നും അവർക്ക് തെളിയിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡോങ്സുവിനെ കണ്ടെത്താനാണ് ജങ്സൂക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഡോങ്സു ആ കൊലയാളിയെയും കൊണ്ട് നേരെ പോകുന്നത് അയാളുടെ ഒരു ഹൈഡ് ഔട്ടിലേക്കാണ്. അവിടെ വെച്ചിട്ട് അയാൾ അവനെ ശരിക്കും ഇടിക്കാൻ തുടങ്ങി. അയാൾ ഒരു സൈക്കോ ആണ്, അതുകൊണ്ടാണ് ഇത്രയും ആളുകളെ കൊന്നത്. അയാൾ ഇപ്പോൾ സൈക്കോ രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഡോങ്സു അവനിട്ട് ഇടിക്കുമ്പോൾ അവൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറെ നേരം ഇടിച്ചതിന് ശേഷം അവനെ ഒരു കത്തി വെച്ച് കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് ജങ്സൂക്ക് അങ്ങോട്ട് വരുന്നത്. അവനൊരു കാർ ഓടിച്ചുകൊണ്ടാണ് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുന്നത്. ചെന്ന ഉടനെ തന്നെ അവൻ ഡോങ്സുവിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവന്റെ ബോധം പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ ജങ്സൂക്ക് ആണെങ്കിൽ ആ കൊലയാളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോവാണ്. ആ കൊലയാളിയുടെ അറസ്റ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജങ്സൂക്കും ടീമും നേരെ പോകുന്നത് ഡോങ്സുവിന്റെ ആ ഹൈഡ് ഔട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവിടെയുള്ള മുഴുവൻ ആളുകളെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പോലീസുകാരൊക്കെ ആ കൊലയാളിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അയാൾ എല്ലാ കുറ്റവും സമ്മതിക്കുന്നുണ്ടെങ്കിലും അയാൾ വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കോടതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കുറ്റം ഒന്നും ഞാനല്ല ചെയ്തത് എന്ന് ഞാൻ അവിടെ പറയും. നിങ്ങൾക്ക് ഒരിക്കലും അത് നിഷേധിക്കാൻ പറ്റത്തില്ല, കാരണം എന്നെ കൊടുക്കാനുള്ള വ്യക്തമായ ഒരു തെളിവുകളും നിങ്ങളുടെ കയ്യിലില്ല എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്ന് പോലീസുകാർക്കും അറിയാം, കാരണം അവരുടെ കയ്യിൽ ഇപ്പോഴുള്ളത് സാഹചര്യ തെളിവുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാരൊക്കെ ശരിക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവനെ കോടതിയിൽ എത്തിച്ചു. അവൻ പറഞ്ഞ പോലെ തന്നെയാണ് കോടതിയിൽ പറയുന്നത്. ഞാൻ ഈ കൊലപാതകങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്. നിങ്ങൾ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ കൊലപാതകം. ഒരു നിരപരാധിയായ എന്നെ ഒരിക്കലും ഒരു ശിക്ഷയ്ക്കും വിധിക്കരുത്, എന്നെ വെറുതെ വിടണം എന്നൊക്കെയാണ് ആ കൊലപാതകം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം എതിർഭാഗം വക്കീൽ വാദിക്കുന്നുണ്ട്. അയാൾ ഉപയോഗിച്ച ആ കത്തി ഉണ്ടല്ലോ, അതാണ് തെളിവായിട്ട് അയാൾ കോടതിയുടെ മുമ്പിൽ കാണിക്കുന്നത്. എന്നാൽ കൊലപാതകിയുടെ വക്കീൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കത്തിയുമായിട്ട് എന്റെ കക്ഷിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെ ഇവനൊരു കുറ്റക്കാരനാവുന്നില്ല, ഇവനെ വെറുതെ വിടണം എന്നാണ് കൊലപാതകിയുടെ വക്കീൽ പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് ഡോങ്സു കോടതിയിലേക്ക് വരുന്നത്. കൊലപാതകയെ നേരിട്ട് കണ്ടു എന്ന സാക്ഷി എന്ന രീതിയിലാണ് ഡോങ്സു ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൻ ഇപ്പോഴിങ്ങോട്ടുള്ള വരവിന്റെ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ ജങ്സൂക്കുമായിട്ടുണ്ടാക്കിയ ഒരു ഡീലിന്റെ പുറത്താണ്. കഴിഞ്ഞ ദിവസം രാത്രി ജങ്സൂക്ക് ഡോങ്സുവിനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അവന്റെ ആളുകളെ മൊത്തം അറസ്റ്റ് ചെയ്തുകൊണ്ട് ജങ്സൂക്കിനെ കണ്ടപ്പോൾ തന്നെ ഡോങ്സു അവനെ ശരിക്കിട്ട് ഇടിക്കുന്നുണ്ട്. ഈ സമയത്താണ് ജങ്സൂക്ക് അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത്. നീ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ആ കൊലയാളിയെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരാക്കിയേക്കും, പക്ഷെ തെളിവുകളില്ലാത്തതുകൊണ്ട് കോടതി അവനെ ഉറപ്പായിട്ടും വെറുതെ വിടും. പക്ഷെ നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, നീ ഒരു സാക്ഷിയായിട്ട് കീഴടങ്ങുകയാണെങ്കിൽ, നീ സാക്ഷി പറയുന്നതിലൂടെ അവനെ നമുക്ക് പെടുത്താൻ സാധിക്കും എന്നൊക്കെയാണ് ജങ്സൂക്ക് പറയുന്നത്. പക്ഷെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഡോങ്സു അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയത്താണ് ജങ്സൂക്ക് അവന്റെ തുറുപ്പുചീട്ട് എടുക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ആ സാങ്ഡുവിനെ കൊന്നു എന്ന കാര്യം ഡോങ്സു അവന്റെ മുന്നിൽ സമ്മതിച്ചതായിരുന്നു. ആ ഒരു കാര്യം ജങ്സൂക്ക് ഒരു വോയിസ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അവനിപ്പോ ഡോങ്സുവിനെ കേൾപ്പിച്ചു കൊടുക്കുന്നത്. അതെങ്ങാനും പുറത്തു പോവാണെങ്കിൽ ഡോങ്സു അതോടെ തീരും. അതുകൊണ്ടാണ് അവൻ ആ കാര്യത്തിന് ഓക്കെ പറയുന്നത്. അങ്ങനെയാണ് അവൻ കോടതിയിലേക്ക് എത്തിയത്. അങ്ങനെ കോടതിയിൽ വന്നതിന് ശേഷം അവൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആ രേഖാചിത്രവും ആ കൊലപാതകി അവന്റെ ദേഹത്ത് കുത്തി പരിക്കേൽപ്പിച്ച പാടുകളൊക്കെ അവൻ കോടതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഡോങ്സു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കൊലപാതകിയുടെ ശരീരം പരിശോധിക്കാം, ഞാൻ എവിടേക്കാണ് കുത്തിയത് അതിന്റെ പാടുകളൊക്കെ അവന്റെ ശരീരത്തിൽ ഇന്ന ഭാഗങ്ങളിൽ കാണാൻ പറ്റും. മാത്രമല്ല തുടർച്ചയായിട്ട് കത്തി ഉപയോഗിക്കുന്നതുകൊണ്ട് അവന്റെ കൈവിരലുകളിൽ ഒരുപാട് പാടുകൾ ഉണ്ടാവും. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ തന്നെയാണ് എല്ലാ കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയാണ് ഡോങ്സു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ മറ്റൊരു തെളിവും കൂടെ ഡോങ്സു കാണിക്കുന്നുണ്ട്. അത് മറ്റൊരു തുറപ്പിച്ചീട്ടാണ്. നേരത്തെ ആ മോൺ മരിച്ചപ്പോ അവന്റെ പേഴ്സിൽ നിന്നും ഡോങ്സൂക്ക് ആ ലെറ്റർ കണ്ടെടുത്തിട്ടുണ്ട്. അത് ആ കൊലപാതകി മോണിന് കൊടുത്തതാണ്. അതിൽ എഴുതിയിരുന്നത് മറ്റാരോ എന്റെ കത്തി ഉപയോഗിച്ചിട്ട് സാങ്ഡോവിനെ കൊന്നു എന്നാണ്. ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പോ ഡോങ്സു എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ആ ലെറ്ററിൽ ഉണ്ടായിരുന്ന മറ്റാരോ എന്ന് എഴുതിയ വാങ്ങ് കീറി കളഞ്ഞിട്ട് ബാക്കിയാണ് കോടതിയെ കാണിക്കുന്നത്. ഇവന്റെ കൈയക്ഷരം പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഇവൻ തന്നെ എഴുതിയതാണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെയാണ് ഡോങ്സു പറയുന്നത്. ഇത്രയും തെളിവുകളൊക്കെ ആവുമ്പോൾ ആ കൊലപാതകി തന്നെയാണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന് വധശിക്ഷയാണ് കോടതി വിധിക്കുന്നത്. മാത്രമല്ല കോടതി ഡോങ്സുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൊക്കെ ഉടനെ തന്നെ ഡോങ്സുവിനെയും കൊണ്ട് ജയിലിലേക്ക് പോവാണ്. ഒരു വാനിലാണ് ഡോങ്സുവിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. നല്ല ലക്ഷണമൊത്തൊരു കൊമ്പനെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് പോലീസുകാർ ഡോങ്സുവിനെയും കൊണ്ട് ജയിലിലേക്ക് കിടക്കുന്നത്. ഈ സമയം അവിടെയുള്ള ജയിൽ പുള്ളികളൊക്കെ അവന്റെ ആ വരവും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ഡോങ്സു ആണെങ്കിൽ ഒരു മാസ ചിരിയും ചിരിച്ചിട്ടാണ് അതിലെ നടക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അതേ ജയിലിൽ തന്നെയാണ് ആ കൊലപാതകയുള്ളത്. ഇത് ഡോങ്സുവും ജങ്സൂക്കും തമ്മിലുണ്ടാക്കിയ മറ്റൊരു ഡീലാണ്.
ഡോങ്സു ജങ്സൂക്കിന്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാപ്പ് സാക്ഷിയാവാം, പക്ഷെ എന്നെ ജയിലിലേക്ക് അയക്കുമ്പോൾ ആ കൊലപാതകി എവിടെയാണോ ഉള്ളത് അതേ ജയിലിലേക്ക് തന്നെ എന്നെ അയക്കണം എന്നായിരുന്നു ഡോങ്സു ജങ്സൂക്കിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജങ്സൂക്ക് ഇപ്പോ ആ വാക്ക് പാലിച്ചു. അതിനെ തുടർന്നാണ് ആ കൊലപാതകയുള്ള അതേ ജയിലിലേക്ക് അവനിപ്പോ വന്നിരിക്കുന്നത്. അവന്റെ ആ വരവൊക്കെ കണ്ടിട്ട് ആ കൊലപാതകയാണെങ്കിൽ ഒരു ഞെട്ടലോടെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അന്ന് തന്നെ ജയിലിനകത്തെ ബാത്റൂമിൽ വെച്ചിട്ടാണ് ഡോങ്സു ആ കൊലപാതകയെ വീണ്ടും മീറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് ഡോങ്സു അവന്റെ പണി തീർക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.